ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കാവാലം കൃഷ്ണപുരം നെല്ലൂർ വീട്ടുവളപ്പിലാണ് ആയുഷിന്റെ സംസ്കാരം നടക്കുന്നത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, അത്യന്തം വൈകാരികമായ മുഹൂർത്തങ്ങൾ ആയിരിക്കും അവിടെ എന്ന കാര്യത്തിൽ സംശയമില്ല. ആരൊക്കെയാണ് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ ആയുഷ് സഹപാഠികൾ, മെഡിക്കൽ കോളേജ് 1ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള സഹപാഠികളടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിവൈകാരികമായ നിമിഷങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു വർഷം മുമ്പാണ് ആയുഷ് കേരളത്തിലേക്ക് എത്തുന്നത്. ആയുഷ് +2 പഠനം വരെ പൂർത്തിയാക്കിയത് ഇൻഡോറിലായിരുന്നു. ആയുഷിന്റെ കുടുംബം, അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ 22 വർഷമായി ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് അവർ താമസിക്കുന്നത്. അവിടെയാണ് സ്ഥിരതാമസമായിരുന്നത്. മകൻ മെഡിസിൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇവിടേക്ക് വന്നതും പാലായില് എൻട്രൻസിന്റെ പരിശീലനം നേടുന്നതും ആദ്യ ശ്രമത്തിൽ തന്നെ ഈ ഒരു മെഡിസിന് അഡ്മിഷൻ നേടുന്നതും. ആയുഷിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വിദ്യാർത്ഥിയായിരുന്നു. ഉയർന്ന റാങ്കോടുകൂടിയാണ് എൻട്രൻസ് പരീക്ഷ പാസ്സായത്. അതിനോടൊപ്പം തന്നെ 3 മെഡിക്കൽ കോളേജുകളിൽ ആയുഷിന് പ്രവേശനവും ലഭിച്ചിരുന്നു. കോട്ടയത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലും ആലപ്പുഴയിലുമാണ് പ്രവേശനം ലഭിച്ചത്. ഈ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ വീട്ടിൽ നിന്ന് പഠിക്കാമെന്നുള്ളതായിരുന്നു. ഇത് ആയുഷിന്റെ അച്ഛനായിട്ടുള്ള ഷാജിയുടെ അനുജൻ താമസിക്കുന്ന വീടാണ്. ഇവരുടെ കുടുംബ വീടാണ്. ഇവിടെ നിന്ന് പഠിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആയുഷ് ഇവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് തന്നെ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലൊന്നും ഇവിടെ വരാറില്ലെങ്കിലും അവധി ദിവസങ്ങളിലൊക്കെ വല്ലപ്പോഴും ഇവിടെ വന്നു പോകുമായിരുന്നു. ഇവിടെ എത്തി ചിറ്റപ്പനോടൊപ്പം താമസിച്ചാണ് മടങ്ങുന്നത്. അങ്ങനെ അവസാനം കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. മടങ്ങുമ്പോൾ ക്രിസ്മസിന് തിരിച്ചു വരാം എന്നുള്ള വാക്കിലാണ് മടങ്ങിയത്. പക്ഷേ ഏവരെയും വളരെ വേദനയിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ആയുഷിന്റെ ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും ഇപ്പോഴും ഇക്കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ ഇത് ഇത്തരത്തിലൊരു അപകടം നടന്ന കാര്യം മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞെങ്കിൽ പോലും അവിടെ ആ കൂട്ടത്തിൽ ആയുഷ്, അതായത് ഇവിടെ എല്ലാവരും ജിഷ്ണു എന്നാണ് വിളിക്കുന്നത്, ജിഷ്ണു ഉണ്ടാകുമെന്നുള്ള കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. പിന്നീടാണ് ഈ ജിഷ്ണുവും ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നും മരണം സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഏറെ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വാർത്ത എല്ലാം അറിയുന്നതും. അതിന്റെ തന്നെ ഒരു അതീവ ദുഃഖത്തിലാണുള്ളത്. ഇൻഡോറിലാണ് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് ഈ ആയുഷിന്റെ കുടുംബം. അവർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇവിടെ എത്തിയത്. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും എത്തുകയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളുടെ വിലാപമൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത വിധമാണ്. മകനെ ഒരു ഡോക്ടറാക്കി ശേഷം കേരളത്തിൽ നിന്ന് ഇൻഡോറിലേക്ക് കൊണ്ടുപോകുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നതും അപകടത്തിൽ ആയുഷിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. സഹപാഠികളെ സംബന്ധിച്ചിടത്താണെങ്കിലും കേവലം 1.5-3 മാസത്തെ ഒരു പരിചയം മാത്രമേ ഉള്ളെങ്കിൽ പോലും ഹൃദയം തകരുന്ന വേദനയിലാണ് അവരെല്ലാവരും ഇവിടെ ഉള്ളത്. ഏകദേശം 11 മണിക്കുള്ളിൽ തന്നെ അതിവൈകാരികമായ മുഹൂർത്തങ്ങളാണ് അവിടെയുള്ളത്. ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. അന്ത്യകർമ്മങ്ങൾ, സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. കാവാലം കൃഷ്ണപുരം നെല്ലൂർ വീട്ടുവളപ്പിലാണ് ആയുഷിന്റെ സംസ്കാരം നടക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഐഷ മാത്യു.